ഓം നമ ശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ രാഹു ലഗ്നഭാവം മുതൽ 12 ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ജാതകർക്ക് അനുഭവം ആകുന്ന ഫലങ്ങൾ പറയാം. ആദ്യമായി ലഗ്നഭാവത്തിൽ രാഹു നിന്നാൽ ജാതകൻ ആയുസ്സിന് കുറവുള്ളവനും ഏതെങ്കിലും ഒരു ശിരോരോഗം ഉള്ളവനും ആയിരിക്കും. എന്നാൽ മേടം, ഇടവം, കർക്കിടകം എന്നീ 3 രാശികൾ ലഗ്നമായി അവിടെ രാഹു നിന്നാൽ ജാതകൻ ദീർഘായുസ് ഉള്ളവനും ആയിരിക്കുന്നതാണ്. ലഗ്നത്തിൽ രാഹു സ്ഥിതി ചെയ്യുന്ന ജാതകൻ വളരെ വലിയ ബുദ്ധിശക്തിക്ക് ഉടമയും അന്യർക്ക് ഉപകാരങ്ങൾ ചെയ്യാൻ താൽപ്പര്യം ഉള്ളവനും ആയിരിക്കും. അടുത്തത് 2ാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന ജാതകൻ ഒരു കടക്കാരനായിരിക്കും. ശരീരത്തിൽ വ്രണത്തിന്റെ ശല്യം അനുഭവപ്പെടുന്നവനും ആയിരിക്കും. ഈ ജാതകന്റെ കുടുംബം ചിന്നിച്ചിതറി പോകുകയും ചെയ്യും. പരമാർത്ഥം മറച്ചു വയ്ക്കുന്ന സ്വഭാവക്കാരനായിരിക്കും ഈ ജാതകൻ. വളരെ വലിയ ബുദ്ധിമാനും അറിവുള്ളവനും ഇഷ്ടം പോലെ ധനവും ഉള്ളവനും സുഖമുള്ളവനും ആയിരിക്കും. സർക്കാർ ജോലി കൊണ്ട് ധനം സമ്പാദിക്കുന്നവനും അസൂയാലുക്കളുടെ ഏഷണി നിമിത്തമായി ചിലപ്പോൾ സർക്കാർ ശിക്ഷ പോലും അനുഭവിക്കേണ്ടി വരുന്നവനും ആയിരിക്കുന്നതാണ്. അടുത്തത് 3ാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന ജാതകൻ കണ്ണിനോ മുഖത്തിനോ എന്തെങ്കിലും വൈകല്യം ഉള്ളവനും ഒന്നിലും കുലുങ്ങാത്തവനും നല്ല ധീരതയുള്ളവനും ആയിരിക്കും. വലിയ ഭാഗ്യമുള്ളവനായിരിക്കും. സഹോദരങ്ങളുമായി വിരോധത്തിൽ ആയിരിക്കുകയും ചെയ്യും. ബുദ്ധി അല്പം കുറവുണ്ടായിരിക്കും. എല്ലാവർക്കും ഈ ജാതകനോട് നല്ല സ്നേഹമായിരിക്കും. വലിയ പ്രയത്നമൊന്നും ഇല്ലാതെ തന്നെ ഈ ജാതകന് ധനം ലഭിച്ചുകൊണ്ടിരിക്കും. ആളുകളെ വശീകരിച്ചെടുക്കാൻ നല്ല സാമർഥ്യം ഈ ജാതകന് ഉണ്ടാകും. അടുത്തത് 4ാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന ജാതകൻ ഏതെങ്കിലും ഉദര രോഗങ്ങൾക്കോ വായു സംബന്ധമായ രോഗങ്ങൾക്കോ വിധേയനായിരിക്കും. സ്വന്തം കാര്യം മാത്രം നോക്കുന്ന സ്വഭാവക്കാരൻ ആകയാൽ ബന്ധുജനങ്ങൾ കുറവായിരിക്കും. ഈ ജാതകന്റെ മാതാവിന് ശരീരസുഖം കുറവുണ്ടാകുകയും ചെയ്യും. 4ാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന ജാതകർക്ക് വിദ്യാഭ്യാസം പൂർത്തിയാകാതെ ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തേണ്ടതായി വന്നേക്കാം. മേടം, ഇടവം, മിഥുനം, കർക്കിടകം എന്നീ രാശികളിലൊന്നാണ് 4ാം ഭാവമായി വരുന്നതെങ്കിൽ ഈ ദോഷങ്ങൾ ഒന്നും തന്നെ ജാതകന് സംഭവിക്കുകയില്ല. മേടം മുതൽ കന്നി വരെയുള്ള രാശികളിലാണ് രാഹു 4ാം ഭാവത്തിലായി നിൽക്കുന്നതെങ്കിൽ ജാതകന് ഉന്നത സ്ഥാനങ്ങളും പദവികളുമായി ബന്ധപ്പെട്ട് യന്ത്രവാഹനങ്ങളിൽ സഞ്ചരിക്കുവാൻ ഇടയുള്ളവനും ആയിരിക്കുന്നതാണ്. അടുത്തത് 5ാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന ജാതകൻ തന്നോട് സ്നേഹമില്ലാത്ത സ്ത്രീയെ വിവാഹം കഴിക്കാൻ ഇടയാകുകയും അതുകൊണ്ടുള്ള മനോവ്യസനങ്ങളും പുത്രദുഃഖവും അനുഭവിക്കുവാൻ ഇടയാകുകയും ചെയ്യും. ജാതകൻ തനി സ്വാർത്ഥനും ആയിരിക്കും. അതിനാൽ അവന്റെ ബന്ധുക്കൾ അവനെ ഉപേക്ഷിക്കുകയും ചെയ്യും. ഈ ജാതകന്റെ മൂക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു രോഗം അവന് ഉണ്ടായിരിക്കുകയും ചെയ്യും. സ്ത്രീ ജാതകത്തിലാണ് 5ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതെങ്കിൽ അവർക്കുണ്ടാകുന്ന സന്താനങ്ങൾ എല്ലാവരും ജീവിച്ചിരിക്കുകയില്ല. അവൾ ഒരു ഗുഹ്യരോഗി ആയിരിക്കുകയും ചെയ്യും. അടുത്തത് 6ാം ഭാവത്തിൽ രാഹു നിന്നാൽ ജാതകൻ ദീർഘായുസ്സിന് ഉടമ ആയിരിക്കും. നല്ല ശരീരബലവും
ബുദ്ധിശക്തിയും നല്ല ധനസമൃദ്ധിയും ഉണ്ടാകും. ജാതകൻ ലോകതന്ത്രങ്ങളിൽ വിദഗ്ധനായിരിക്കുന്നവനും ശത്രുക്കളില്ലാത്തവനും ആയിരിക്കും. കുടൽ സംബന്ധമായതോ അർശസ് സംബന്ധമായതോ ആയ ഒരു രോഗം അവന് ഉണ്ടായിരിക്കും. അമ്മ വഴിയുള്ള ബന്ധുക്കളുമായി സ്നേഹക്കുറവും ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തത് രാഹു 7-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകന് ഭാര്യാനാശം ഉണ്ടാകുകയോ ഭാര്യയുമായി വേർപെട്ട് ജീവിക്കുവാൻ ഇടയാകുകയോ ചെയ്യും. മേടം, ഇടവം, മിഥുനം, കർക്കിടകം എന്നീ രാശികൾ 7-ാം ഭാവമായി അവിടെ രാഹു നിന്നാൽ മേൽപ്പറഞ്ഞ ദോഷം സംഭവിക്കുകയില്ല. 7-ാമിടത്ത് രാഹു നിൽക്കുന്ന ജാതകൻ എല്ലാ കാര്യത്തിലും സാമർഥ്യമുള്ളവൻ ആയിരിക്കും. കാലിൽ വാതരോഗത്തിന്റെ ഉപദ്രവം ഉണ്ടായിരിക്കുന്നതാണ്. സ്ത്രീ സംബന്ധമായ അപവാദങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കും. ഒരു വിധവയുമായി അവന് ഒരു രഹസ്യ ബന്ധവും ഉണ്ടായിരിക്കും. സ്ത്രീ സംബന്ധമായി ധാരാളം ധനം അവൻ ദുർവ്യയം ചെയ്യും. സദാസമയവും ചൂടുപിടിച്ച മനസ്സിന് ഉടമയും ആയിരിക്കും. സ്ത്രീജാതകത്തിൽ 7-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് ഭർതൃനാശത്തിന്റെ ലക്ഷണമാണ്. അല്ലെങ്കിൽ ജാതക ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടവളായി തീരും. മേടം, ഇടവം, മിഥുനം, കർക്കിടകം ഈ രാശികളിലെങ്കിൽ ഈ ദോഷം ഉണ്ടാകുകയില്ല. ജാതക പരിശുദ്ധിയും പതിവ്രതയും ആയിരിക്കുമെങ്കിലും ജാതകയ്ക്ക് ഭർത്താവിനെ വേർപെട്ട് ഇടയ്ക്കിടെ ജീവിക്കേണ്ടതായി വരും. അവളുടെ ഭർത്താവിന് ഒരു വിധവയുമായി വേഴ്ച ഉണ്ടായിരിക്കുകയും ചെയ്യും. 7-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിന്റെ ദശാകാലം സ്ത്രീക്കും പുരുഷനും ശോഭനമായ കാലമായിരിക്കും. അടുത്തത് 8-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു ജാതകന് നല്ല യശസ് ഉണ്ടാക്കിക്കൊടുക്കും. അവൻ പ്രഭുക്കന്മാരാലും വിദ്വാൻമാരാലും ബഹുമാനിക്കപ്പെടുന്നവനും അപവാദങ്ങൾ കേൾക്കുന്നവനും ആയിരിക്കും. പുത്രന്മാരും ധനവും ജാതകന് കുറഞ്ഞിരിക്കുകയും ചെയ്യും. തുടർച്ചയായി ഒരു തൊഴിലും ചെയ്യുകയില്ലാത്തവനും ഇടയ്ക്കിടെ തൊഴിൽ രംഗത്ത് നിന്ന് മാറി നിൽക്കുകയും ചെയ്യും. ധാരാളം വ്യാപാരങ്ങൾ നടത്തുകയും അതിലൊക്കെ വിജയിക്കുകയും ചെയ്തു. എപ്പോഴും ബുദ്ധി ഉപയോഗിച്ചുള്ള എന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കും. ഒന്നിൽ നിന്നും പൂർണ്ണമായ ഫലം കിട്ടി എന്ന് വരികയുമില്ല. ഈ ജാതകൻ ചിലപ്പോൾ ഒരു വൈദ്യനോ ഒരു ഡോക്ടറോ ആകാനും സാധ്യതയുണ്ട്. സാഹിത്യത്തിൽ ജാതകന് നല്ല വാസനയുണ്ടായിരിക്കും. കാലിൽ എന്തെങ്കിലും ഒരു രോഗം ജാതകന് സ്ഥിരമായി ഉണ്ടാകുകയും ചെയ്യും. അടുത്തത് 9-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന ജാതകന് സന്താനഭാഗ്യം കുറവായിരിക്കും. ഈ ജാതകൻ ഒരു കാര്യത്തിലും ക്ഷമയില്ലാത്തവനും മുൻകോപിയും പിതാവിനോട് സ്നേഹക്കുറവുള്ളവനും ആയിരിക്കും. ഉയർന്ന ഉദ്യോഗമോ സ്ഥാനമോ പദവികളോ ഒക്കെ നേടിയെടുക്കും. ധനവും കീർത്തിയും ധാരാളമായിട്ടുണ്ടാകും. എല്ലാ കാര്യത്തിലും സാമർഥ്യവും നല്ല ബുദ്ധിശക്തിയും ഉണ്ടായിരിക്കും. ജാതകൻ ഉയർന്ന ശാസ്ത്ര വിദ്യാഭ്യാസം നേടുന്നവനും അനവധി ഭൃത്യ ജനങ്ങൾ അവന് ജോലിക്കാരായി ഉണ്ടാകുകയും ജാതകർ ധാരാളം ധനം നേടുകയും ചെയ്യും. ഭാര്യയുടെ വീട്ടിലേക്ക് വേണ്ടി ധാരാളം ധനം ചെലവ് ചെയ്ത് ബന്ധുജനങ്ങളെ പ്രീതിപ്പെടുത്തുകയും ചെയ്യും. ജാതകന് സന്താനഭാഗ്യം കുറവായിരിക്കും. 9-ൽ നിൽക്കുന്ന രാഹുവിനെ ചൊവ്വയോ ശനിയോ ദൃഷ്ടി ചെയ്താൽ സന്താനമുണ്ടാകാൻ സാധ്യത തീരെ കുറവാണ്. എന്നാൽ ഒരു ശുഭഗ്രഹം ദൃഷ്ടി ചെയ്യുന്നു എങ്കിൽ ജാതകന് കാലാന്തരത്തിൽ ഒരു സന്താനം ഉണ്ടാകുകയും ചെയ്യും. അടുത്തത് 10-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന ജാതകൻ അന്യന്മാർക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യുന്നതിനും തയ്യാറുള്ളവനും ദീർഘായുസ്സും ഐശ്വര്യവും ഉള്ളവനും ആയിരിക്കും. ജാതകൻ പല ജാതി സ്ത്രീകളുമായി സഹവസിക്കുന്നവൻ ആയിരിക്കുന്നതാണ്.
മദ്യപാനത്തിൽ ഏർപ്പെടുകയും പാപകർമ്മങ്ങൾ ചെയ്യുകയും ധാരാളം ധനം ആ വഴിക്ക് ചെലവ് ചെയ്യുകയും നല്ല കീർത്തിയും കർമ്മപുഷ്ടിയും ഉള്ളവനും ആയിരിക്കും. ചിലപ്പോൾ ജാതകൻ ശസ്ത്രക്രിയകളിൽ വിദഗ്ധനായ ഒരു ഡോക്ടറോ ആകുന്നതിനും സാധ്യത ഉണ്ട്. അടുത്തത് 11ാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന ജാതകൻ നല്ല അഭിമാനബോധമുള്ളവനായിരിക്കും. എപ്പോഴും ഭൃത്യന്മാരുമായി സഞ്ചരിക്കുന്നവനും ആയിരിക്കും. താഴ്ന്ന ജാതിക്കാരിൽ നിന്നോ അന്യജാതിക്കാരിൽ നിന്നോ അവന് ധനം ലഭിച്ചുകൊണ്ടിരിക്കും. പുത്രന്മാർ കുറവായിരിക്കും. എന്നാൽ അവരിൽ നിന്നും ധാരാളം ധനവും സമ്പത്തുകളും ജാതകന് ലഭിക്കുന്നതാണ്. ജാതകൻ ദീർഘായുസുള്ളവനും വളരെ സമ്പത്തും ബന്ധുബലവും ഉള്ളവനും ഐശ്വര്യമുള്ളവനും ആയിരിക്കും. നല്ല ബുദ്ധിശക്തിക്ക് ഉടമയുമായിരിക്കും. എപ്പോഴും ആരുടെ മുമ്പിലും വളരെ വിനയാന്വിതനായി മാത്രമേ ജാതകൻ പെരുമാറുകയുള്ളൂ. ചെവിക്ക് എന്തെങ്കിലും ഒരു വൈകല്യം ഉണ്ടാകും. അന്ത്യകാലത്ത് സുഖമരണം ഉണ്ടാകുമെന്ന സൂചനയും 11ലെ രാഹുവിന് ഉണ്ട്. അടുത്തത് 12ാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന ജാതകൻ സഞ്ചാരം ചെയ്ത് ധനം നഷ്ടപ്പെടുത്തുമെങ്കിലും അന്യനാട്ടിൽ നിന്നും അവന് ധനലാഭം സിദ്ധിക്കും. ആരുമറിയാതെ പാപകർമ്മങ്ങൾ ചെയ്യാൻ ഇടവരും. നീർദോഷം തുടങ്ങിയ രോഗങ്ങൾക്ക് പെട്ടെന്ന് വിധേയനാകും. ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് ധാരാളം ധനം ചെലവ് ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. 12ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിന് ശനിയോടോ ചൊവ്വയോടോ യോഗം ഉണ്ടായാൽ ജാതകൻ ചിലപ്പോൾ സർക്കാർ ശിക്ഷയ്ക്ക് വിധേയനായി എന്ന് വരും. രാഹു ജന്മഭാവം മുതൽ 12 ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ജാതകർക്ക് ഉണ്ടാകുന്ന ഫലങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, വിവാഹപ്പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് 9605232894 എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും 9605232894 എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.